വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡല്ലേ, വിഷ്ണു അവിടെയൊക്കെ നടന്ന ശേഷം കാറ്ററിംഗുകാരോടൊക്കെ സംസാരിക്കുകയാണ്. അന്നേരം അത് രാഘവൻ നായർ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് പിള്ളയോട് പറഞ്ഞ് വിഷ്ണുവിനെ രാഘവൻ നായർ അടുത്തേക്ക് വിളിപ്പിക്കുകയാണ്. എന്നിട്ട് രാഘവൻ നായർ കളിയാക്കി ചോദിക്കുകയാണ്, അല്ല നീ ശാലിനിയോട് ചോദിച്ചതെന്നും അല്ലല്ലോ അവന്മാരോട് ചോദിച്ചതെന്ന്. അന്നേരം വിഷ്ണു ആകെ ചമ്മുകയാണ്. അയ്യേ അച്ഛ, അങ്ങനെയൊന്നും അല്ല എന്ന് പറയുകയാണ്. അന്നേരം അതൊക്കെ ഞാൻ അറിഞ്ഞു, ശാലിനി എന്നോടെല്ലാം പറഞ്ഞു, കുടുംബത്തിന് അഭിമാനം പോകുന്ന കേസാണ്, നാണക്കേടാണ് എന്നാക്കുകയാണ് രാഘവൻ നായർ. അന്നേരം അയ്യോ അച്ഛ അങ്ങനെയല്ല, എല്ലാവരോടും പറഞ്ഞു എന്നും പറഞ്ഞ് ആകെ ചമ്മിയ അവസ്ഥയിൽ വിഷ്ണു നിൽക്കുകയാണ്. തുടർന്ന് പിള്ളയോട് രാഘവൻ നായർ എന്നെ ഒന്ന് മാറ്റിയിരുത്ത് എന്ന് പറയുമ്പോൾ പിള്ള വീൽ ചെയറും തള്ളിക്കൊണ്ട് പോകാൻ നേരം വിഷ്ണുവിനെ നോക്കി നടക്കട്ടെ നടക്കട്ടെ എന്ന് തലകുലുക്കി ഒന്ന് കളിയാക്കി ചിരിക്കുകയാണ്. അന്നേരം പിള്ള ചേട്ടനും അറിഞ്ഞു ഇനി എന്ത് മാനക്കേട് എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണുവിൻ്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ സർലയോട് സംസാരിക്കുന്ന സത്യഭാമ ശ്രദ്ധിക്കുകയാണ്. അന്നേരം എന്താടാന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, അച്ഛനെന്തോ പിച്ചും പേയും പറയുകയാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് ഓടി രക്ഷപ്പെടുകയാണ് വിഷ്ണു. അങ്ങനെ വിഷ്ണു പുറത്തേക്ക് വരുമ്പോഴാണ് പത്മാവതി അമ്മയും രോഹിത്തും കൂടി എത്തുന്നത്. തുടർന്ന് അവരോട് വിശേഷമൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പൊന്നി വിഷ്ണുവിനെ തിരക്കി വരുന്നത്. അന്നേരം കുഞ്ഞിനെ അവിടെ തിരക്കുന്നു എന്ന് വിഷ്ണുവിനോട് പറയുമ്പോൾ പൊയ്ക്കോ ഞാൻ വന്നോളാം എന്ന് പറയുകയാണ്. തുടർന്ന് പൊന്നി പോകാൻ തുടങ്ങുമ്പോൾ എന്നാലും അത് വേണ്ടായിരുന്നു കുഞ്ഞേ എന്ന് പറയുകയാണ്. അന്നേരം എന്ത് എന്ന് വിഷ്ണുവിനെ ചോദിക്കുമ്പോൾ ശാലിനി കുഞ്ഞോട് ചോദിച്ചതേ അത് ഇവിടെ എങ്ങും കിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു ആകെ അങ്ങ് ചമ്മുകയാണ്. അന്നേരം രോഹിത്ത് എന്താ സംഭവം എന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല, ഇവരെ കൂട്ടിക്കൊണ്ട് പോ എന്ന് പൊന്നിയോട് പറയുമ്പോൾ പൊന്നി രോഹിത്തിനെയും പത്മാവതി അമ്മയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അന്നേരം ആകെ മാനക്കേടായല്ലോ, ഇവൾ ഇത് ചളകുളമാക്കുമോ എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആകെ ചമ്മിയ അവസ്ഥയിൽ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ചുറ്റും നോക്കുന്നുണ്ട്, ഇനി ആരെങ്കിലും കേട്ടോ ദൈവമേ എന്നും പറഞ്ഞ് വിഷ്ണു അവിടെ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് പ്രീതിയും ശാലിനിയും കൂടി സുസ്മിതയെ വിളിക്കട്ടെ എന്ന് സത്യഭാമയോട് ചോദിക്കുകയാണ്. അന്നേരം വിളിച്ചുകൊണ്ട് വരാൻ പറയുമ്പോൾ അവരിങ്ങോട്ട് ഇറങ്ങുമ്പോൾ രോഹിത്തും പത്മാവതി അമ്മയും കൂടി അകത്തേക്ക് കയറുകയാണ്. അന്നേരം രോഹിത്തിനെ കണ്ട് ആകെ സന്തോഷത്തിൽ ഞങ്ങളുടെ പ്ലാൻ വിജയിച്ച മട്ടിൽ അങ്ങ് മുഖത്ത് നോക്കി തലകുലുക്കി ചിരിക്കുകയാണ് ശാലിനി. അന്നേരം രോഹിത്തും തിരിച്ച് ചിരിക്കുന്നുണ്ട്. തുടർന്ന് രോഹിത്തിനെയും പത്മാവതി അമ്മയുടെയും സത്യഭാമ സ്വീകരിക്കുകയാണ്, അങ്ങോട്ട് ഇരിക്കാൻ പറയുകയാണ് രാഘവൻ നായരും ഒക്കെ. തുടർന്ന് അന്നേരം പത്മാവതി അമ്മ മടിച്ചു നിൽക്കുകയാണ്. ഇവിടെയൊക്കെ ഇരിക്കാമോ മോനെ എന്ന് രോഹിത്തിനോട് ചോദിക്കുകയാണ്. അന്നേരം അമ്മ ഇരുന്നാട്ടെ, ഇവിടുത്തെ ചടങ്ങിൽ എന്തായാലും നമ്മൾ തന്നെയാണ് വിശിഷ്ട അതിഥികൾ, ഇതിപ്പോൾ അങ്ങനെ അല്ല എങ്കിലും ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, അമ്മ ധൈര്യമായിട്ടിരിക്കണം എന്നും പറഞ്ഞ് അവിടെ അതിഥികളൊക്കെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരു കസേരയിലേക്ക് പത്മാവതി അമ്മയെ പിടിച്ചിരുത്തുകയാണ് രോഹിത്ത്. ഇതേസമയം രോഹിത്തിനെ നോക്കി ചിരിക്കുന്ന സത്യഭാമ സരളയെയും ഒന്ന് നോക്കുകയാണ്. സരളയ്ക്ക് അറിയില്ലല്ലോ സത്യഭാമയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന്, ഇനി അവർ പറയാൻ പോകുന്നത് അറിയില്ലല്ലോ, അത് നോക്കിയങ്ങ് ആലോചിച്ചങ്ങ് ചിരിക്കുകയാണ് ഭാമ. ഇതേസമയം സുസ്മിത കൂട്ടുകാരികളോട് വീണ്ടും സംസാരിക്കുകയാണ്. ആൻറ്റി ആരെയാണാവോ എനിക്കായി കണ്ടുവച്ചിരിക്കുന്നത്, അത് ആലോചിച്ച് എനിക്കങ്ങ് ഭ്രാന്ത് പിടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യട്ടെ സുസ്മിത എന്നും പറഞ്ഞ് ശാലിനി വരുന്നത്. അന്നേരം സുസ്മിത എങ്ങ് അന്തം വിട്ട് നിൽക്കുമ്പോൾ അല്ല ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യട്ടെ എന്നാണ് ചോദിച്ചതെന്ന്. അന്നേരം നീ എപ്പോൾ വന്നു എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ വന്നിട്ട് കുറേയായി, പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നത് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാണ്, നിൻ്റെ സമയം അടുത്ത് കഴിഞ്ഞ് സുസ്മിത എന്നും പറഞ്ഞ് സുസ്മിതയുടെ തോളിലേക്ക് കൈവയ്ക്കുകയാണ്. അതൊക്കെ തട്ടി മാറ്റുന്നുണ്ട് സുസ്മിത. തുടർന്ന് അവിടെ സത്യാമ്മ നിന്നെ അന്വേഷിക്കുകയാണ് എന്ന് പറയുകയാണ്. അന്നേരം എല്ലാവരും എത്തിയോ എന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട്. അന്നേരം എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാണ്, നിൻ്റെ ഭാവി വരുന്നയാണോ ഉദ്ദേശിച്ചതെന്ന് പരിഹസിച്ച് ശാലിനി ചോദിക്കുമ്പോൾ ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത് എന്ന് പറയുകയാണ്. അന്നേരം എല്ലാവരും എത്തി, നീ വന്നാട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും സുസ്മിത എങ്ങനെ തോളിലിട്ട് പിടിക്കുകയാണ് ശാലിനി. അന്നേരം ആ കൈ തട്ടി മാറ്റിയിട്ട് ഞാൻ വന്നോളാം നീ പൊയ്ക്കോ എന്നും പറഞ്ഞ് ശാലിനിയെ പറഞ്ഞു വിടുകയാണ് സുസ്മിത. തുടർന്ന് ആകെ പേടിച്ച് അങ്ങനെ സുസ്മിത നിൽക്കുമ്പോൾ ഒരു കൂട്ടുകാരി നിന്ന് പിറകെ വന്ന് തോളിൽ കൈവയ്ക്കുകയാണ്. അന്നേരം ഞെട്ടിത്തെറിച്ച് എന്താടിയെന്നും പറഞ്ഞ് സുസ്മിത ചോദിക്കുകയാണ്. അല്ല ഞാൻ നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വന്നതാണ് എന്ന് ആ കൂട്ടുകാരി പറയുമ്പോൾ ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴാണോ പുറകിലൂടെ വന്ന് ഒന്നുകൂടി പേടിപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് നീ എന്താ പറയാൻ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം കാര്യങ്ങൾ ആകെ കുഴപ്പമാവുകയാണല്ലോ എന്ന് ആ കൂട്ടുകാരി പറയുകയാണ്. അന്നേരം ഇങ്ങനെയാണോ ആശ്വസിപ്പിക്കുന്നതെന്നും പറഞ്ഞ് സുസ്മിത അവരോടും ദേഷ്യപ്പെടുകയാണ്. അന്നേരം വേറൊരു കൂട്ടുകാരി പറയുന്നുണ്ട്, അവൾ പറഞ്ഞതിലും കാര്യമുണ്ട്, ശാലിനിയുടെ ആ ഓവർ കോൺഫിഡൻസിൽ എന്തോ ഒരു അപായ സൂചന ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നതെന്ന്. അന്നേരം ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല, എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയുകയാണ് സുസ്മിതയും.
ഇതേ സമയം വീഡിയോ ഒക്കെ പിടിക്കുന്ന ക്ലീറ്റസിൻ്റെ അസിസ്റ്റൻ്റ് കൈ വിറയ്ക്കുകയാണ്. 2 അടിക്കാത്തതിൻ്റെ കുഴപ്പമാണ്, ഇതിലും എൻ്റെ ഗുരു ആശാൻ തന്നെ അല്ലേ എന്ന് പറയുകയാണ്. അന്നേരം ഇങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷനിലും പിന്നാമ്പുറത്തൊരു സെറ്റപ്പ് കാണും, പക്ഷേ ഇവിടെ നീ അത് പ്രതീക്ഷിക്കേണ്ട, അടിയും പിടിയും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ വെള്ളമടിയുടെ കാര്യത്തിൽ സത്യാമ്മയുടെ മകൻ ഒരു മൊണ്ണയാടാ മൊണ്ണ എന്ന് പറഞ്ഞ് അങ്ങ് നിരാശനായ ക്ലീറ്റസ് നിൽക്കുകയാണ്. അപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയില്ലല്ലേ എന്ന് അസിസ്റ്റൻ്റ് ചോദിക്കുകയാണ്. അന്നേരം വകയില്ലെന്നല്ല, ജോലിക്കാരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ഇട്ട് കൂടാമെന്ന് പറയുകയാണ്. അന്നേരം അസിസ്റ്റൻ്റ് എങ്കിൽ ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാണ്. കിട്ടുമെങ്കിൽ എന്നെ കൂടെ വിളിക്കണമെന്ന് ക്ലീറ്റസ് വിളിച്ച് പറയുന്നുണ്ട്. ഇതേ സമയം പുറത്ത് നിൽക്കുന്ന വിഷ്ണു ഇനി ആരെങ്കിലും എന്നെ കണ്ട ഓരോന്നൊക്കെ ചോദിക്കുമോ, മാനക്കേടായല്ലോ, എന്താ ചെയ്യുകയെന്ന് ആലോചിച്ചിട്ട് ജീപ്പിൽ നിന്നും ഒരു ടവൽ എടുത്തിട്ട് പുറത്തൂടെ മൂടി തിരിഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ ചുറ്റിക്കെട്ടി നിന്നാൽ ആരും എന്നെ തിരിച്ചറിയില്ല എന്നും പറഞ്ഞ് ജീപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് വിഷ്ണു ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് ക്ലീറ്റസിൻ്റെ അസിസ്റ്റൻ്റ് അകത്തു നിന്ന് ഇറങ്ങി വരുമ്പോൾ ചുറ്റും നോക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ കണ്ടിട്ടതൊരു ജോലിക്കാരനാണെന്ന് തോന്നുന്നു, അവനോട് തന്നെ ചോദിക്കാമെന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ഡാ എന്ന് വിളിക്കുകയാണ്. അന്നേരം വിഷ്ണു തിരിയാതെ നിൽക്കുന്നുണ്ട്, വിഷ്ണുവിനെ തിരിച്ചറിയുമെന്ന് പേടിച്ച്. തുടർന്ന് നീ ഇവിടുത്തെ ജോലിക്കാരനല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഭാഗ്യം, രക്ഷപ്പെട്ടു, അവൻ എന്നെ തിരിച്ചറിഞ്ഞില്ല എന്ന് വിഷ്ണു പറഞ്ഞിട്ട് അതേന്ന് പറയുന്നുണ്ട്. തുടർന്ന് നിൻ്റെ കയ്യിൽ എന്തെങ്കിലും സാധനം ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്ത് സാധനം എന്ന് വിഷ്ണു മുഖം കൊടുക്കാതെ ചോദിക്കുകയാണ്. അന്നേരം കുപ്പിയുണ്ടോ, ഇവിടുത്തെ വിഷ്ണു ഒരു മൊണ്ണയാണെന്നാണ് ആശാൻ പറഞ്ഞത്, നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് കേട്ട് ആകെ കലിയേറുന്ന വിഷ്ണു പെട്ടെന്ന് ആ ടവല് മാറ്റിയിട്ട് തിരിയുകയാണ്. അന്നേരം അയ്യോ വിഷ്ണു ആശാനോ എന്നും പറഞ്ഞ് ആ അസിസ്റ്റൻ്റ് അങ്ങ് പേടിച്ച് നിൽക്കുകയാണ്. അന്നേരം നിന്നെ ഞാൻ ശരിയാക്കി തരാടാന്നും പറഞ്ഞ് ആ ടവല് അസിസ്റ്റൻറ്റിൻ്റെ പുറത്തേക്ക് മൂടിയിട്ട് കൂനിച്ച് നിർത്തി 2-3 ഇടിയും കൊടുക്കുകയാണ്. 5-6 ഇടി കുറേ പ്രാവശ്യം ഇടിക്കുന്നുണ്ട്. ഇടി കൊണ്ട് ആകെ അങ്ങ് അവശനാവുകയാണ് അസിസ്റ്റൻ്റ്. തുടർന്ന് വിഷ്ണു എല്ലാവരും ചോദിച്ച ദേഷ്യവും ഒക്കെ അങ്ങ് അസിസ്റ്റൻറ്റിനോട് തീർക്കുകയാണ്. ഇനി ഒരുത്തനും എന്നോട് ചോദിക്കാൻ പറ്റില്ല, എല്ലാം നേരിട്ടിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. അതേസമയം അസിസ്റ്റൻ്റ് ഇതിപ്പോൾ 2 അടിക്കണമെന്നേ വിചാരിച്ചുള്ളൂ, ഇതിപ്പോൾ 5-6 കിട്ടി, ഇനിയിപ്പോൾ ഗുരുവിൻ്റെ വകയും കിട്ടും, ഗുരുവേന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പതിയെ വേച്ച് അങ്ങ് ക്യാമറ എടുക്കാനായിട്ട് അസിസ്റ്റൻ്റ് പോകുന്നുണ്ട്. തുടർന്ന് സുസ്മിത കൂട്ടുകാരികളോടൊപ്പം സത്യഭാമയുടെയും സർലയുടെയും ഒക്കെ അടുത്തേക്ക് വരികയാണ്. തുടർന്ന് എല്ലാവരും വിഷസൊക്കെ സുസ്മിതയ്ക്ക് പറയുന്നുണ്ട്. ഈ സമയത്താണ് വിഷ്ണു ഇങ്ങനെ ഷർട്ടിൻ്റെ കൈയൊക്കെ ചുരുട്ടിക്കൊണ്ട് അവിടെ ഇവിടേക്ക് നോക്കിക്കൊണ്ട് വരുന്നത്. അന്നേരം ശാലിനി മുന്നോട്ടൊന്ന് ചോദിക്കുകയാണ്, എവിടെയായിരുന്നു ഇത്രയും നേരം, ഇതുവരെ കണ്ടില്ലല്ലോ എന്ന്. അന്നേരം വിഷ്ണു അങ്ങ് കണ്ണൊക്കെ ഉരുട്ടി കാണിച്ച് പറയുകയാണ്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടെന്ന്. അന്നേരം വിഷ്ണു എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ച് ശാലിനി അങ്ങ് എല്ലാവരെയും നോക്കി അങ്ങ് ചിരിക്കുകയാണ്. തുടർന്ന് ആ ക്ലീറ്റസിൻ്റെ അസിസ്റ്റൻറ്റും ക്യാമറ എടുത്തുകൊണ്ട് വരികയാണ്. അന്നേരം വിഷ്ണു നോക്കി അങ്ങ് വെളുക്കെ ചിരിക്കുന്നുണ്ട്. തുടർന്ന് ക്ലീറ്റസ് ചോദിക്കുന്നുണ്ട് എന്താ കിട്ടിയോന്ന്. അപ്പം കിട്ടിയെന്ന് പറയുകയാണ്. അന്നേരം എനിക്കുള്ളതോ എന്ന് ചോദിക്കുമ്പോൾ ആശാനുള്ളത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പിന്നീട് അവർ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. തുടർന്ന് സത്യഭാമയും സുസ്മിതയും സരളയും വിഷ്ണുവും എല്ലാം കൂടെ ചേർന്ന് ആ സ്റ്റേജിലേക്ക് കയറുകയാണ്. അന്നേരം പ്രീതിയും ശാലിനിയും കയറുന്നില്ല. തുടർന്ന് വിഷ്ണു ഇങ്ങനെ ശുശുവെന്നും പറഞ്ഞ് ശാലിനി വിളിക്കുകയാണ്, കയറുമെന്നും പറഞ്ഞ്. അങ്ങനെ പ്രീതിയും ശാലിനിയും കൂടി മുകളിലേക്ക് കയറുന്നുണ്ട്. അന്നേരം മുകളിൽ കയറി നിൽക്കുന്ന സുസ്മിത അവിടെ ഫ്രണ്ടിലിരിക്കുന്ന രോഹിത്തിനെയും അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ കരുതുകയാണ്, എവിടെയെങ്കിലും ഇലയിട്ട് വിളിച്ചാൽ കയ്യും കഴിയങ്ങ് ഇറങ്ങിക്കോളും, നാണം കെട്ട വർഗം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ മനസ്സിൽ വിചാരിച്ച് രോഹിത്തിനെ നോക്കുന്നുണ്ട്. തുടർന്ന് മൈക്ക് എടുത്ത് സത്യഭാമ പറയുന്നുണ്ട്, എല്ലാവരും 1 മിനിറ്റ് ശ്രദ്ധിക്കണം, ഇവിടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ മാത്രമല്ല നടക്കുന്നത്, സുസ്മിതയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് ഇന്നത്തെ ഈ ചടങ്ങ്. ഇവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ ഞാനുമാണ് കാരണക്കാരി. ആ ഒരു കുറ്റബോധം ഇന്നലെ വരെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊക്കെ ഞാൻ ഇന്നിവിടെ പാപപരിഹാരം ചെയ്യുകയാണ്. അവൾക്ക് അനുയോജ്യനായ ഒരു വരനെ ഞാൻ ഇന്നിവിടെ പ്രഖ്യാപിക്കുകയാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങ് സത്യഭാമയുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയാണ്. ആ വരൻ ആരാണ് എന്ന് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുമ്പോൾ ആ വരൻ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ ഇങ്ങനെ ഒരു നിമിഷം നിർത്തുകയാണ്. അന്നേരം സുസ്മിത മനസ്സിൽ കരുതുകയാണ്, സസ്പെൻസ് ഇടാതെ ഒന്ന് പറയത്തള്ളയെന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. അന്നേരം സുസ്മിതയുടെ ടെൻഷൻ കണ്ടിട്ട് സത്യഭാമ പറയുന്നുണ്ട്, മോള് ടെൻഷൻ അടിക്കണ്ട, മോൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ആൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ കൈക്ക് എങ്ങനെ ആട്ടി വിഷ്ണു ചിരിക്കുകയാണ്. അന്നേരം വിഷ്ണുവേട്ടനോ എന്ന് സുസ്മിത ഇങ്ങനെ മനസ്സിൽ നോക്കുന്നുണ്ട്, വിഷ്ണുവേട്ടൻ്റെ ആ ചിരിയൊക്കെ കണ്ടിട്ട്. തുടർന്ന് ആ വരൻ എന്ന് പറഞ്ഞിട്ട് രോഹിത്, നമ്മുടെ രോഹിത് ആണ് എന്ന് പറയുകയാണ്. അന്നേരം ഒരു നിമിഷം അങ്ങ് അന്തം വിടുകയാണ് സരളയും സുസ്മിതയും അങ്ങ് വാ തുറന്ന് നിൽക്കുകയാണ്. സരളയും അതുപോലെ ആ സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി അങ്ങ് കൈയടിച്ച് പാസ്സാകുകയാണ്. അന്നേരം എല്ലാവരും കൈയടിക്കുന്നുണ്ട്. ശാലിനിയുടെ കൈയടിക്കൊപ്പം എല്ലാവരും അങ്ങ് കൈയടിക്കുകയാണ്.
തുടർന്ന് ആ പിശാചു എന്നും പറഞ്ഞ് ആകെ ഒരു ദേഷ്യഭാവത്തിലും ഇഷ്ടമില്ലാത്ത രീതിയിലുമൊക്കെ മുഖം അങ്ങ് ചുളിച്ച് സുസ്മിത നിൽക്കുമ്പോൾ വീഡിയോ എടുക്കുന്ന അസിസ്റ്റന്റ് ക്ലീറ്റസിനോട് ചോദിക്കുകയാണ്, ആശാനെ ഇതേത് ഭാവമെന്ന്. അന്നേരം ഇതാണ് ഇഞ്ചി കടിച്ച ഭാവം. അന്നേരം അസിസ്റ്റന്റ് പറയുകയാണ്, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോഴാണ് കണ്ടതെന്ന്. അന്നേരം നീ നവരസങ്ങളെന്ന് കേട്ടിട്ടില്ലേ, ആ എല്ലാ രസങ്ങളും ഈ വീട്ടിലുണ്ട്, ഓരോന്നായിട്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന്. തുടർന്ന് അമ്മയും കൂട്ടി ഇങ്ങോട്ടത്തേക്ക് വരാനായിട്ട് രോഹിത്തിനോട് പറയുകയാണ് ഭാമ. തുടർന്ന് വാന്ന് വിഷ്ണുവും വിളിക്കുകയാണ്. അങ്ങനെ പത്മാവതി അമ്മയും കൂട്ടി ആ മുകളിലേക്ക് കയറുകയാണ് രോഹിത്ത്. തുടർന്ന് രോഹിത്തും പത്മാവതി അമ്മയും കൂടി ദേഷ്യത്തോടു കൂടി സുസ്മിത ഇങ്ങനെ നോക്കുകയാണ്. അതിനുശേഷം എന്താ മോളെ സന്തോഷമായില്ലേ എന്ന് സത്യഭാമ സുസ്മിതയോട് ചോദിക്കുമ്പോഴും സുസ്മിത അതേ ഭാവത്തിൽ തന്നെ നിൽക്കുകയാണ്. നേരെ സരള വന്ന് ഭാമയോട് ചോദിക്കുകയാണ്, അല്ല ഭാമേ, ഇത് നിങ്ങളുടെ വീട്ടിലെ ഡ്രൈവർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സത്യഭാമ പറയുകയാണ്, ഇപ്പോൾ ചെയ്യുന്ന ജോലിയിലല്ല കാര്യം, സംസ്കാരവും വിവേകവും തറവാടിത്തവും ഉള്ള ആൾ തന്നെയാണ് രോഹിത്ത്. പിന്നെ പണത്തിൻ്റെയോ പദവിയുടെയോ കാര്യത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഈ ഭാമ നികത്തും. എന്താ നിനക്കെന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എൻ്റെ മോൾക്ക് ദോഷം വരുത്തുന്നതൊന്നും ഭാമ ചെയ്യില്ലല്ലോ എന്നും പറഞ്ഞങ്ങ് ചിരി വരുത്താൻ ശ്രമിക്കുകയാണ് സരളയും. സരളയുടെ ആ മറുപടി കേട്ടിട്ട് സുസ്മിത കരുതുകയാണ്, പണം കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ അമ്മയും മലക്കം മറിഞ്ഞു എന്ന്. തുടർന്ന് സരളയുടെ ഏട്ടനോടും സത്യഭാമ അഭിപ്രായം ചോദിക്കുന്നുണ്ട്, ദാസേട്ട എങ്ങനെയുണ്ട് പയ്യനെന്ന്. അന്നേരം ഈ പയ്യനെ ഞാൻ നേരത്തെ കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ദാസേട്ടനും പറയുമ്പോൾ അങ്ങേര് അതിനപ്പുറം എന്ന് പറഞ്ഞങ്ങ് മനസ്സിൽ പറയുകയാണ് സുസ്മിത. അപ്പോൾ നമുക്ക് ചടങ്ങ് നടത്താം എന്ന് സത്യഭാമ പറയുമ്പോൾ, അല്ല ആൻറ്റി എനിക്ക് പറയാമെന്നും പറഞ്ഞ് സുസ്മിത മുന്നോട്ട് വരുമ്പോൾ, ഇനിയൊന്നും പറയണ്ട, നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ മനസ്സിൽ പ്രണയമുണ്ടായതും നിൻ്റെ പെരുമാറ്റത്തിലുള്ള മാറ്റവും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്ന് പറയുകയാണ് ഭാമ. അന്നേരം ഇവരിത് എന്ത് തേങ്ങ കണ്ടു എന്നാണ് എന്നൊക്കെ സുസ്മിത മനസ്സിൽ ചിന്തിക്കുകയാണ്. അന്നേരം ആ പ്രണയത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ വിഷ്ണുവും ശാലിനിയും ഇങ്ങനെ പരസ്പരം നോക്കി കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. പക്ഷെ അവരാണല്ലോ ഈ പണിയൊക്കെ ഒപ്പിച്ചു വെച്ചത്. തുടർന്ന് ചടങ്ങ് നടത്താനുള്ള ശ്രമത്തിലാണ് സത്യഭാമ. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. താങ്ക്